ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഒരു 3-പിൻ എക്സ്റ്റൻഷൻ ബോക്സ് സെറ്റ് ചെയ്യുന്നത്, അതിൻ്റെ വയറിംഗ് എങ്ങനെയാണ്, ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മാർക്കറ്റിൽ പല മോഡലുകളിൽ, പല ക്വാളിറ്റിയിൽ, പല വിലകളിൽ എക്സ്റ്റൻഷൻ ബോക്സ് അവൈലബിൾ ആണ്. എന്നാൽ പലപ്പോഴും ഇവയിൽ ഭൂരിഭാഗവും നമുക്ക് ആവശ്യമുള്ള ഒരു ക്വാളിറ്റി നൽകാൻ കഴിയുന്നവയായിരിക്കില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് സ്വന്തമായി അസംബിൾ ചെയ്തെടുക്കുന്ന എക്സ്റ്റൻഷൻ ബോക്സുകൾ തന്നെയാണ് നല്ലത്. അല്പം ഹെവി ലോഡ് താങ്ങാൻ കഴിവുള്ള ഒരു എക്സ്റ്റൻഷൻ ബോക്സ് ആണ് ഇന്ന് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു സ്വിച്ചും 3 പ്ലഗ് സോക്കറ്റും ഇവ കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബോക്സുമാണ്. കൂടാതെ ഒരു പ്ലഗ് ടോപ്പും എടുത്തിട്ടുണ്ട്. ഇലക്ട്രിക് ഷോപ്പുകളിൽ ഇത്രയും സാധനത്തിന് ഏകദേശം 250 രൂപ മാത്രമേ വില വരുന്നുള്ളൂ. ബോക്സ് നമുക്ക് എത്ര പ്ലഗ് സോക്കറ്റും സ്വിച്ചും വെക്കണം എന്നതനുസരിച്ച് വേണം തിരഞ്ഞെടുക്കാൻ. സ്വിച്ചും സോക്കറ്റും ബോക്സിൽ ഫിറ്റ് ചെയ്യാനുള്ള സ്ക്രൂ എല്ലാം ഇതിൽ തന്നെ ലഭ്യമാണ്. ഞാൻ എടുത്തിരിക്കുന്ന വയർ 2.0 സ്ക്വയർ മില്ലിമീറ്റർ സൈസ് ഉള്ളതാണ്. 1.0 തന്നെ ധാരാളമാണ്. പിന്നെ ഹെവി ഡ്യൂട്ടി ആവശ്യങ്ങൾക്കാണ് ഈ ബോക്സ് ഉപയോഗിക്കുന്നതെങ്കിൽ 2.0 ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. 1.0 സ്ക്വയർ മില്ലിമീറ്റർ തിക്നെസ് ഉള്ള വയറിന് 10 മുതൽ 12 വരെയാണ് മീറ്ററിന് വിലയുള്ളത്. ന്യൂട്രൽ, ഫേസ്, എർത്ത് എന്നിവയ്ക്ക് സെപ്പറേറ്റ് വയർ വേണമെന്നുള്ളതുകൊണ്ട് 10 മീറ്റർ എക്സ്റ്റൻഷൻ ആവശ്യമുണ്ടെങ്കിൽ 30 മീറ്റർ വയർ വാങ്ങുകയോ 3 കളറിലുള്ള 10 മീറ്റർ വീതം നീളമുള്ള 3 വയർ വാങ്ങുകയോ ചെയ്യാവുന്നതാണ്. സ്വിച്ചും സോക്കറ്റും എല്ലാം ബോർഡിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ വയറിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫേസ് അല്ലെങ്കിൽ പോസിറ്റീവ് കണക്ഷൻ ആദ്യമായി സ്വിച്ചിലേക്കും അവിടുന്ന് ഓരോ സോക്കറ്റിൻ്റെയും റൈറ്റ് സൈഡിലെ പിന്നിലേക്കും കൊടുക്കണം. റൈറ്റ് സൈഡിലെ പിൻ എന്ന് പറയുമ്പോൾ പ്ലഗ് സോക്കറ്റിൻ്റെ പുറമേ നിന്ന് നോക്കുമ്പോൾ കാണുന്ന റൈറ്റ് സൈഡിലെ പിന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലെ പിൻ നെഗറ്റീവ് അല്ലെങ്കിൽ ന്യൂട്രൽ കണക്ഷൻ കൊടുക്കാനുള്ളതാണ്. ന്യൂട്രൽ പിന്നുകളെല്ലാം കൂടെ ഒന്നിച്ച് കണക്ട് ചെയ്ത ശേഷം ന്യൂട്രൽ വയർ അതിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്താൽ മതിയാവും. എർത്ത് വയർ ഏതെങ്കിലും ഒരു സോക്കറ്റിൻ്റെ എർത്ത് പോയിന്റിൽ കണക്ട് ചെയ്ത ശേഷം എർത്ത് പോയിന്റുകൾ തമ്മിൽ ഒരു വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് എക്സ്റ്റൻഷൻ വയർ കണക്ട് ചെയ്യാം. ഗ്രീൻ വയർ എർത്തായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഫേസ് കൊടുക്കാനുള്ള വയർ ആദ്യം സ്വിച്ചിലേക്കും പിന്നീട് ഓരോ ഫേസ് പോയിന്റിലേക്കും കണക്ട് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ന്യൂട്രൽ എർത്ത് പോയിന്റുകളും അതിൻ്റെ പോയിന്റുകളിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബോക്സ് അടച്ച് സ്ക്രൂ ചെയ്യാം. എക്സ്റ്റൻഷൻ വയറിൻ്റെ മറ്റേ അറ്റത്ത് പ്ലഗ് ടോപ്പ് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ബ്ലൂ വയറിൽ ഒരെണ്ണം പ്ലഗിൽ കണക്ട് ചെയ്ത ശേഷം എക്സ്റ്റൻഷൻ ബോക്സിൽ ടെസ്റ്റർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കണം. പവർ വരുന്നത് റൈറ്റ് സൈഡിലെ സോക്കറ്റിലാണെങ്കിൽ ഫേസ് വയർ അതുതന്നെയാണെന്ന് മനസ്സിലാക്കാം. പല കളറുള്ള വയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇനി നമുക്ക് പ്ലഗ് ടോപ്പ് ഫിറ്റ് ചെയ്യാം. ഫേസ് റൈറ്റ് സൈഡിലും ന്യൂട്രൽ ലെഫ്റ്റ് സൈഡിലും വരുന്ന രീതിയിൽ വേണം കണക്ട് ചെയ്യാൻ.
അപ്പോൾ നമ്മൾ പ്ലഗ് ടോപ്പിൻ്റെ വയറിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വയറിങ് കറക്റ്റായിട്ടാണോ ചെയ്തിരിക്കുന്നത്, എവിടെയെങ്കിലും ലൂസ് കണക്ഷൻ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ടെസ്റ്റർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. എക്സ്റ്റൻഷൻ ബോക്സിൽ സ്വിച്ച് ഓൺ ചെയ്താൽ മാത്രം എല്ലാ സോക്കറ്റിലും റൈറ്റ് സൈഡിലെ പിന്നിൽ മാത്രം പവർ വരുന്നുണ്ടോ എന്നതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. സ്വിച്ചും എല്ലാ ഫേസ് കണക്ഷനും വർക്കിംഗ് ആണ്. ഇനി നമുക്ക് ലൈറ്റ് കണക്ട് ചെയ്ത് നോക്കാം. 27 വാട്ടുള്ള LED ലൈറ്റാണ് ഞാൻ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഓരോ സോക്കറ്റിലും മാറി മാറി കണക്ട് ചെയ്ത് നോക്കുക. ഏതിലെങ്കിലും ലൂസ് കണക്ഷൻ ഉണ്ടോ എന്ന് നമുക്ക് ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെ നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള ഒരു എക്സ്റ്റൻഷൻ ബോക്സ് ബിൽഡ് ചെയ്തിരിക്കുകയാണ്. TV, ഡ്രില്ല്, ഗ്രൈൻഡർ തുടങ്ങിയ ഉപകരണങ്ങൾ നമുക്ക് ഈ എക്സ്റ്റൻഷൻ ബോക്സിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വിശേഷവുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.